കർത്താവിനറിയാം ഇതിൻ്റെ അകത്ത് ഫ്രോഡ് ഉണ്ടാകും. 90 പേര് 100 പേര് ഇതിൻ്റെ അകത്ത് വന്നാൽ അത് 80 ഫ്രോഡാകുമെന്ന് കർത്താവിനറിയാം. അതുകൊണ്ട് കർത്താവ് പറഞ്ഞ് ചെറിയ യാചകണമേ ഭയപ്പെടേണ്ട, പിതാവ് നിങ്ങൾക്ക് രാജ്യം കൽപ്പിച്ച് നൽകാൻ തരുന്നത്. അല്ലാത്തവനൊക്കെ ഇവിടെ കിടന്ന് ജീവിക്കട്ടെ, പട്ടി ചാണകം പോലെ ചത്തുപോവുകയും ചെയ്യും. ചെറിയ യാചകണമാണ് എപ്പോഴും കൃപയിൽ നിൽക്കുന്നത്. അപ്പം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഉടമ്പടിയിലുള്ളവർ ഉത്തരവാദിത്തപൂർവമായ കൗദാശ ജീവിതത്തിൻ്റെ പിന്തുടർച്ചയായിട്ടാണ് ഫാൻ ആൻഡ് ഫ്ലെയിംസ് എൻ്റെ കൈവെപ്പിലൂടെ പറഞ്ഞേ, എന്റെ കൈവെപ്പിലൂടെ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. അപ്പൊ ഉടമ്പടി ചെയ്യണത് അതാണ്. നിന്റെ ജ്ഞാനസ്ഥാനത്തിലൂടെ ആയാലും നീ വിശ്വാസം സ്വീകരിച്ച ഒരു അവസ്ഥ, അതിനിപ്പോൾ ഒരു പ്രത്യേകമായ രീതി, നീ യേശുക്രിസ്തുവിൻ്റെ രക്ഷകനായിട്ട് സ്വീകരിച്ചു കഴിഞ്ഞാൽ തന്നെ നിൻ്റെ ആത്മരക്ഷയ്ക്ക് അച്ചാരമായി. അത് വിശ്വാസം മൂലമുള്ള നിൻ്റെ ജ്ഞാനസ്ഥാനമാണത്. പക്ഷേ അത് നീ എന്ത് ചെയ്യണം? അതൊരു കുടമ്പടിക്കാലം കഴിയുമ്പോൾ പിന്നെയും പണ്ടേ പഠിച്ചുണ്ടെങ്കിൽ ഒരു പറഞ്ഞ പോലെ പോകരുത്. ആ കൃപയിൽ നിലനിൽക്കണം. അത് വീണ്ടും ഉജ്ജ്വലിപ്പിച്ച്, അത് പ്രോസസ്സ് ആൻഡ് പ്രക്രിയയാണത്.